വിശുദ്ധിയെ തികച്ചുകൊണ്ട് യോഗ്യമായി നടക്കേണ്ട വിശ്വാസിയെ ദൈവം നമ്മെ സഭയിലേക്ക് വിളിച്ചിരിക്കുന്ന ശ്രേഷ്ഠവും ഫിലിപ്പിയർ 3:14, വിശുദ്ധവും 2 തീമോഥെയോസ് 1:9, സ്വർഗീയവുമായ എബ്രായർ 3:1 വിളിയാലാണ്. വിളിക്ക് അനുയോജ്യമായ നടപ്പെന്നത് പൂർണ്ണ വിനയത്തിലും സൗമ്യതയിലും ദീർഘക്ഷമയിലുമായിരിക്കണം. ദീർഘക്ഷമയ്ക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മക്കുത്തൂമിയ എന്ന ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ ദ്രോഹങ്ങൾക്ക് പകരം വീട്ടുന്നതിൽ അവധാനത അവലംബിക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യാക്കോബ് 5:10, എബ്രായർ 6:12. എന്നാൽ അന്യോന്യം സ്നേഹിക്കുന്നതിൽ ക്ഷമിക്കുവാനുള്ള ശ്ലീഹായുടെ ആഹ്വാനം ഇതിൻ്റെ കൂടെ പറയുന്നതിനാൽ ഈ അർത്ഥം കൂടുതൽ വ്യക്തമാക്കുന്നു. 1 കൊരിന്ത്യർ 13:4, ഗലാത്യർ 5:22, കൊലോസ്യർ 3:12. സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിച്ചുകൊണ്ട് ആത്മാവിലുള്ള ഐക്യം കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അപ്പോസ്തലൻ ഇതിലൂടെ വ്യക്തമാക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകയാൽ അതിൽ വസിക്കുന്ന വിശ്വാസി വിനയത്തിലൂടെയും സ്നേഹത്തിലൂടെയും ആ ഐക്യം നിലനിർത്തേണ്ടതുണ്ട്. പുരാതന ഗ്രീക്ക് വ്യവസ്ഥയിൽ വിനയം ഒരു സദ്ഗുണമല്ല, മറിച്ച് കഴിവില്ലായ്മയായി അതിനെ കണക്കാക്കിയിരുന്നു. വിശുദ്ധ വേദപുസ്തകം ആദ്യം തർജ്ജിമ ചെയ്യപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണല്ലോ. അതുകൊണ്ട് ആ ഭാഷയും സംസ്കാരവും തിരുവെഴുത്തുകളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. ദൈവം മനുഷ്യനായി തീർന്ന ക്രിസ്തു തൻ്റെ സ്ഥാനം നോക്കാതെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിലൂടെ തന്നെ ചെറുതാക്കിയതാണ് വിനയത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണമെന്ന് യേശു പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും പഠിപ്പിച്ചുവെന്ന് ഓർക്കുക. വിശുദ്ധ മത്തായി 23:11-12. പുതിയ നിയമ മനുഷ്യനിൽ സകലവും പരസ്പരം രമ്യതയിൽ ഏകയോഗമായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് വിനയവും അന്യോന്യം സ്നേഹവും അത്രേ. സഭാംഗങ്ങളുടെ ആത്മീയ യോജിപ്പിൻ്റെയും സമാധാനത്തിലും ഐക്യത്തിലും ഒന്നായി വളരുന്നതിൻ്റെയും ആത്മീയ ഉറവിടം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ എല്ലാവരിലുമുണ്ട്. എന്നാൽ നമ്മുടെ കെട്ട പ്രവൃത്തികൾ മൂലം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കെട്ടുപോകുകയും നാം ജഡിക മനുഷ്യനും സാത്താൻ അടിമകളുമാകുന്നു. സ്നാനമേറ്റ വിശ്വാസി ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ യോഗ്യനാണ്. ആത്മാർത്ഥമായി ദൈവത്തോട്, നമ്മുടെ അപ്പനോട് ഉള്ളം നൊന്ത് യാചിച്ചുകൊണ്ട് ശരീരത്തെ ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിന് പാർപ്പിടമൊരുക്കുക. ദൈവം നമ്മെ അവിടുത്തേക്ക് യോഗ്യമായ വാസസ്ഥലമാക്കി മാറ്റും. താണനിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യൂ എന്നോർക്കുക. വിനയം ക്രിസ്തു കാണിച്ചു തന്ന അതിശ്രേഷ്ഠമായ ഒരു സദ്ഗുണമാണെന്ന് ഓർക്കുക. അത് അനുവർത്തിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിത്തീരും. നാം എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് ചിന്തിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.